എനിക്ക് ഏറ്റവും കൂടുതൽ ആർത്തി എന്തിനോടാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് നല്ല ഭക്ഷണത്തിനോടും നല്ല മനുഷ്യന്മാരായിട്ടും ഉണ്ടാകാനുമാണ് ഏറ്റവും കൂടുതൽ ആർത്തി എന്ന് ഞാനിങ്ങനെ പറയും കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബളബള സംസാരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ആൾക്കാരോട് മിണ്ടാൻ വർത്താനം പറയാൻ ഒക്കെ ഭയങ്കര ഇഷ്ടം. അവരെ കഥകൾ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ ആൾക്കാരെന്നൊന്നുമില്ല. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് എല്ലാവരേറ്റും പോയി മുണ്ടുകയും അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇവരിങ്ങനെ കഥ പറയും, ഞാനതിങ്ങനെ കേൾക്കും. അതേമാതിരി ഞാൻ എൻ്റെ കഥ പറയും. അപ്പോൾ അവരിങ്ങനെ കേൾക്കും എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അതിലൊരു രസമോ അല്ലെങ്കിൽ അതിലെന്തിനാണ് എന്നുള്ളൊരു ബോധമൊന്നും എനിക്കന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ +1 എത്തിയ സമയത്താണ് NSS ചേരുന്നത്. NSS ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 ഗ്രേസ് മാർക്കിൻ്റെ, രണ്ടാമത്തത് ഇതേമാതിരി കുറേ ആൾക്കാരെ കാണാൻ, അവരായിട്ട് സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ NSS ചേർന്നത് കേട്ടോ. ഈ NSS ഭാഗമായിട്ടാണ് ഞാൻ കുറച്ച് സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു മേഖല ആയിരുന്നു ഈ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നു, വരുന്നു, ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുന്നു, വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കുന്നു എന്നല്ലാതെ വേറെ അപ്പുറത്തേക്ക് എനിക്കൊരു ലൈഫൊന്നുമില്ല, അല്ലെങ്കിൽ അപ്പുറത്തേക്കൊരു ലോകം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ NSS ചേർന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലുള്ള പാലിയേറ്റീവ് ടീമിനായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതും ഈ ഒരു രസം, ഈ ശനി ഞായറൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് അവരുടെ അടുത്തൊക്കെ പോവുക, കുറേ ആൾക്കാരായിട്ടൊക്കെ മിണ്ടാം എന്നുള്ളൊരു സാധനം കൊണ്ട്. പക്ഷെ അന്ന് അവിടെ പോണ വരെ എനിക്കറിയില്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നതിന് ഇത്രത്തോളം വാല്യൂ ഉണ്ട്, നമ്മളെ കേൾക്കാൻ ആളുണ്ടാവുമ്പോൾ ഇത്രത്തോളം ഒരു ഭയങ്കര രസമുള്ള സംഭവമാണെന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനന്ന് എൻ്റെ പഞ്ചായത്തിൽ പാലിയേറ്റീവിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണെന്ന്. സാധാരണ പാലിയേറ്റീവിൽ ഹോം കെയറിന് പോകുന്നത് ഒരു സിസ്റ്റർ, ഒരു ഡോക്ടർ, ഇങ്ങനെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഒരു വളണ്ടിയറാണ്. അപ്പോൾ ഈ വളണ്ടിയറിനെ എന്തിനാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു ഞാൻ എന്തിനാണ് പോകുന്നത്, കാരണം ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, പിന്നെ എന്തിനാണ് പോകുന്നതെന്ന്. പക്ഷെ അവിടെ പോയി മനുഷ്യന്മാരായിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെ പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ വർഷങ്ങളായി വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പുറത്തുനിന്ന് ഒരാൾ മിണ്ടാൻ വരുന്നത് ഇത്രയും വലിയ ഒരു രസമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലായത് ഇങ്ങനെ പോയി തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ചില വീടുകൾക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ നഴ്സും ഡോക്ടറും ഒക്കെ സാധാ മരുന്നിൻ്റെ കാര്യങ്ങൾ, അസുഖത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മടുത്ത ഒരാളെ ലൈഫിലേക്ക് നമ്മൾ കയറി ചെന്നിട്ട് പുതിയ പുതിയ വിശേഷങ്ങൾ ചോദിക്കുക, കുറേ കാര്യങ്ങൾ പറയുക. അത് ഞാനൊക്കെ അന്ന് +1 +2 എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ളവരൊക്കെ കയറി ചെന്നിട്ട് അവരെ മക്കളെ പ്രായമുള്ളതാണ് നമുക്കൊക്കെ. അപ്പം നമ്മൾ അവരോട് പോയിട്ട് കുറേ വിശേഷങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ ചോദിച്ചറിയുക. ചിലപ്പോൾ അസുഖത്തിൻ്റെ അപ്പുറത്തേക്ക് അവരെ വീട്ടിലത്തെ കാര്യങ്ങൾ, അവരെ ആഗ്രഹങ്ങൾ, എന്തൊക്കെയായിരുന്നു അവർ ആദ്യം ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നമ്മളിങ്ങനെ ഓരോ ടോപ്പിക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര രസമാണ്. പിന്നെ അവരൊക്കെ അപ്പോൾ ഒരു തോന്നലുണ്ടാവും നമ്മളെ കേൾക്കാനും കൂടി ആൾക്കാരുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കേൾക്കുന്നതിൻ്റെ വാല്യൂ, ഒരാളെ ലിസൺ ചെയ്യുന്നതിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലായത് ആ ഒരു സമയത്താട്ടോ. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയിലാവും നമുക്ക് മനസ്സിലാവുക ഈ വലിയ വലിയ മനുഷ്യന്മാർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്കാവുമല്ലോ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും, വേറെ എന്തെങ്കിലും അസുഖം വന്നവരായിരിക്കും, എന്തായാലും അവർ കുറേ ഹോപ്പിൽ ജീവിക്കുന്ന മനുഷ്യന്മാരായിരിക്കില്ല. അവരുടെ അടുത്തേക്ക് നമ്മൾ പോയി കുറേ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും നമ്മളെ മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഇത്ര ജീവിതത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ചിന്തകൾ ഇട്ടിട്ട് നടക്കുന്നത് എന്നൊക്കെ മനസ്സിലായത് ആ സമയത്തായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരാളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് കാര്യമായിട്ട് മറുപടി പറയാനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്നും നമുക്ക് അറിയണമെന്നില്ല. നമ്മളോട് അവരൊരു കാര്യം വന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ആശ്വാസമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കഥയും കൂടി പറയാം. കഥയല്ല, എക്സ്പീരിയൻസ് ആണ്. ഞാൻ അന്ന് +1 +2 പഠിക്കുന്ന സമയത്ത് ഉണ്ടായൊരു കാര്യമാട്ടോ. ഞങ്ങളെ പഞ്ചായത്തിൽ ഇതേമാതിരി ഇങ്ങനെ ഒരു ഹോം കെയറിന് ഞാൻ പോയി. അതും ഇതേപോലെ സ്കൂളില്ലാത്തൊരു ദിവസം പോയതാണ്. ശനി ഞായറാണ് ഞാൻ കൂടുതലും പോകാറുണ്ടായിരുന്നത്. അങ്ങനെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വീട് കയറുന്നുണ്ട്, വയ്യാത്ത ആൾക്കാരെ കാണുന്നുണ്ട്, അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. യൂസ്ഡായി ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ ആൾക്കാരെ കാണാനും സംസാരിക്കാനും കഥകൾ പറയാനും. പിന്നെ ഒരുവിധം എല്ലാവരും ഞങ്ങൾ നല്ല കമ്പനിയായി. അപ്പം അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ഞങ്ങളൊരു വീട്ടിൽ നിൽക്കുമ്പം ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലിങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, അവിടെ ആരും ഇല്ല, ഒരു മോള് മാത്രമേ ഉള്ളൂ, പിന്നെ വയ്യാത്തൊരു അമ്മയാണുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഈ അമ്മേനെ കാണുന്നില്ല. മോൾക്കാണെങ്കിൽ ചെറുതായിട്ട് എന്തോ ഒരു വിഷയമുണ്ട്, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അയൽവാസികളൊക്കെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോളൊന്നും പറയുന്നില്ല.
സിസ്റ്റർ ഒന്ന് പോയി നോക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ നഴ്സിൻ്റെ അടുത്തേക്ക് കുറച്ച് ആൾക്കാർ വന്നു, നാട്ടുകാർ വന്നു. ഞങ്ങൾ വേഗം ആ വീട്ടിലത്തെ പണിയൊക്കെ തീർത്തിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് ആ വീട്ടിൽ പോവാം. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായമായ ആളുടെ മോള് എന്ന് പറഞ്ഞത് ഒരു 40-40 വയസ്സുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്കാണ് ഈ വയ്യായി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരവിടെ വീടിൻ്റെ കൊലായിൽ ഇരുന്നിട്ട് ഒരു 3 കല്ല് കൂട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുഞ്ഞു കല, നമ്മൾ കുട്ടികളൊക്കെ ചോറുണ്ടാക്കിയൊക്കെ കളിക്കില്ലേ, അങ്ങനത്തെ ഒരു കലത്തിൽ ചോറുണ്ടാക്കിയിട്ട് ഇങ്ങനെ അരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, തീ കത്തുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുക. ഇത് കളിക്കുകയാണോ സീരിയസ് ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവർ അകത്ത് കയറ്റണില്ല, അകത്ത് കയറ്റിയാലല്ലേ അമ്മ ഉണ്ടോ അവിടെ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പോയിട്ട് ചോദിച്ചു, അമ്മ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അകത്തുണ്ട് എന്ന് ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആരും അകത്ത് കയറ്റുന്നില്ല. അങ്ങനെ ഞാനും സിസ്റ്ററും കൂടി നിർബന്ധിച്ചിട്ട് ഈ വാതിലങ്ങ് തുറന്നു. വാതിൽ പൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കൊലയിൽ ഇരുന്നിട്ടാണ് ഇവർ ഈ ചോറുണ്ടാക്കാന്ന് പറയാൻ പറ്റില്ല, അവർ കളിക്കുന്നത് അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ഈ വാതിൽ തുറന്നപ്പോൾ ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാത്തൊരു സ്മെല്ലാണ് മൂക്ക് കടിച്ചു കയറി. ഈ മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ല്. അപ്പോൾ ഒറ്റ തുറക്കൽ തുറന്നിട്ട് അപ്പം തന്നെ സിസ്റ്റർ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത്, ആ മണം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ അമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുക, പക്ഷെ ആരെയും ഇവരിങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ നല്ല രീതിയിൽ കുറേ സംസാരിച്ച് ഇവരെ ഒന്ന് അനുനയപ്പെടുത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി അകത്ത് കയറിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ അമ്മയാണ് ഈ മോളെ നോക്കിയിരുന്നത്. ഈ അമ്മേൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ ആ റൂമിലായിപ്പോയതാണ്. അപ്പോൾ അത് അവിടെ കിടന്നോടത്ത് കിടന്നിട്ടാണ് ഈ മൂത്രം പോകുന്നതും മലം പോകുന്നതും ഒക്കെ. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ ഈ മോൾക്ക് അറിയുന്നില്ല. അപ്പോൾ മോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ ദിവസവും ഓരോ പുതപ്പാണ് ഈ അമ്മക്ക് കൊടുക്കുന്നത്. ഈ പുതപ്പ് ഇങ്ങനെ കൊണ്ടുപോയി കത്തിക്കുകയാണ്. അല്ലാതെ ഇത് ആൾക്കാരോട് പറയാം അമ്മക്ക് വെയ്യാണ്ടായി എന്നൊന്നും മോള് പറയുന്നില്ല. ഇനി മോളായിട്ട് ആരും സംസാരിക്കലില്ല നാട്ടിലുള്ള ആൾക്കാരെന്നാ. കാരണം ആ വീട് എന്ന് പറയുമ്പോൾ ഒരു വെയ്യാത്തൊരമ്മയും പ്രായമായ ഒരു അമ്മയും ഒരു വെയ്യാത്ത മോളുള്ളൊരു വീട്. അപ്പോൾ ആരും അങ്ങനെ അയൽവാസികളൊന്നും ആരും അങ്ങോട്ട് കിടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയണില്ല. ഈ മോൾക്കാണെങ്കിൽ കാലൊടിഞ്ഞ് അമ്മേനെ നോക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മേൻ്റെ മുടിക്കെട്ട് പിടിച്ച് വലിച്ചിട്ടാണ് അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് 1-2 ആഴ്ച കൊണ്ട് മുകളിലായിട്ടുണ്ടാവും. അതാണ് ആ റൂമിൽ അത്രയും സ്മെല്ല് വരുന്നത്. അപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യേണ്ടത്, നീ പറയണമാതിരി ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോവാം, നമുക്ക് ആൾക്കാർ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം, എല്ലാം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ ഇവരെ കണ്ടിട്ടും ഈ അവസ്ഥ കണ്ടിട്ടും ആകെ എന്താ പറയണ്ടേന്ന് അറിയാത്ത അവസ്ഥയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വൃത്തിയാക്കി വെക്കുക, പറ്റണമാതിരിയൊക്കെ എങ്ങനെ കണ്ടിട്ടിട്ടിട്ട് പോകാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് ആയിക്കോട്ടെ പറഞ്ഞിട്ട് അപ്പോൾ 2 അയൽവാസികളും കൂടെ വന്ന്, എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പൈപ്പ് എടുത്ത് മോട്ടർ അടിച്ചിട്ട് ഈ റൂം മൊത്തം ഞങ്ങൾ കഴുകി, ഈ അമ്മേനെയും കഴുകി. ഈ അമ്മേൻ്റെ മുടി ചകിരി പോലെ ആയിരുന്നു, ഇങ്ങനെ എടുത്ത് വലിച്ചിട്ട്. അതുപോലെ തന്നെ അമ്മ വിശക്കുമ്പം അവിടെ തേക്കാത്തൊരു വീടാണ്. എന്നിട്ട് ആ വീടിൻ്റെ കല്ലുകളൊക്കെ ഇളക്കിയിട്ട് പറിച്ച് കഴിച്ചിട്ട് വായ നിറച്ച് മണ്ണും കല്ലുമായിരുന്നു. വിശന്നിട്ട് അത് ചെയ്തിരുന്നതാണ് അങ്ങനെ. ഇത് ആലോചിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമല്ലേ, കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മനുഷ്യന്മാരുണ്ട്, ഇവരാരും അറിയണില്ല, ഇവരാരും സംസാരിക്കണില്ല അപ്പുറത്തുള്ള ആൾക്കാരായിട്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാത്തതുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 2 ആഴ്ചക്കാലം ഈ അമ്മ ഈ അനുഭവിച്ചത് ആരും അറിയാതെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇടങ്ങറായി. അപ്പോൾ എന്നിട്ട് ഞങ്ങളവിടെ ഫുൾ വൃത്തിയാക്കി. അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചീൻ്റെ മാക്സി കൊടുന്നിട്ട് അമ്മക്ക് ഇട്ട് കൊടുത്തു, മുടിയൊക്കെ മുറിച്ചു. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു കോലത്തിൽ അമ്മേനെ ആക്കിയിട്ട് അമ്മേനെ പുറത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കൊടുന്നിട്ട് ഞാനിങ്ങനെ ചോറ് വാരിയിട്ട് അമ്മേൻ്റെ വായിലിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ആ ഉരുള കഴിച്ചിട്ട് അമ്മേൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അതിനെന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ വാക്കുകളൊന്നും വരുന്നില്ല, കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പം അതുണ്ടാക്കിയൊരു ഇടങ്ങറുണ്ട്, ഒരു ഉള്ളിക്കുത്തലുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇപ്പോഴും ആ ചിത്രം ഇങ്ങനെ ആലോചിക്കുമ്പോൾ പറയുമ്പോൾ ഒരു 5-6 വർഷമൊന്നുമില്ല, ഒരു 8 വർഷം മുന്നേ കഴിഞ്ഞു പോയ കഥകളാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ആ പിക്ചർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ഉള്ളിൽ കെടുന്ന ഒരു സംഭവമായിരുന്നു അത്.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത, ഇത് എന്താ പറയുക, ഇന്ത്യയിലെ അപ്പുറത്തോ അപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊന്നുമല്ല നടക്കുന്നത്. എൻ്റെ പഞ്ചായത്തിൽ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലിത് നടക്കുമ്പോൾ നമ്മളിത് അറിയുന്നില്ല, നമ്മളെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണില്ല എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. എന്നിട്ട് പിന്നെ അവർക്കൊരു മോനുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, മോനില്ലേ ഇവർക്കെന്ന് ചോദിച്ചു. അപ്പോൾ മോന് വേറെ ഫാമിലി ആയിട്ട് മാറി താമസിക്കുക, ഈ വയ്യാത്ത അമ്മേനെ ഈ പെങ്ങളിയൊക്കെ ഇവിടെ ഇട്ടിട്ട്. എന്നിട്ട് അപ്പം തന്നെ സിസ്റ്റർ വിളിച്ചു, മോനോട് വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അത് സെറ്റാക്കിയിട്ടാണ് അന്ന് പോകുന്നത്. അപ്പം അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല. അന്ന് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഫുഡ് ഇറങ്ങുന്നില്ല. ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് അന്നാണ് ഞാൻ ഈ സംസാരത്തിൻ്റെ വാല്യൂ ഇങ്ങനെ മനസ്സിലാക്കിയത്. മനുഷ്യന്മാരിങ്ങനെ മിണ്ടാതായി ഇരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്, എന്താ അവിടെ നടക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള ഭാഗത്തിന് കേൾക്കാൻ ഒരാൾ അപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ആലോചിച്ച്. ആ കഥകൾ നടന്നിട്ട് കുറേ കാലമായിരുന്നുണ്ടെങ്കിലും ഇന്നും ചിലപ്പോൾ നമ്മൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമ്മൾ അവിടെ പോയി മിണ്ടുന്നുണ്ടോ, നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഹാർഡായിട്ടുള്ള സത്യം ഇരിക്കുന്നത്.